കമ്പ്യൂട്ടറിലുള്ള വൈദഗ്ധ്യം വിശ്വാസ പ്രഘോഷണത്തിൽ ഉപയോഗിച്ച ഇറ്റാലിയൻ ബാലൻ കാർലോ അക്വിറ്റിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു. അടുത്ത വർഷം ഏപ്രിൽ 25-നും 27-നും ഇടയിലായിരിക്കും നാമകരണ ചടങ്ങുകൾ നടക്കുക. പ്രതിവാര പൊതുദർശന പരിപാടിക്കിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇക്കാര്യം പുറത്തുവിട്ടത്. കാർലോ അക്വിറ്റിസിനെ കൂടാതെ ഒരു ഇറ്റാലിയൻ യുവാവിനെ കൂടി വിശുദ്ധനായി പ്രഖ്യാപിക്കും. പാവപ്പെട്ടവരെ സഹായിക്കാൻ പ്രത്യേകം താല്പര്യം കാട്ടിയിരുന്ന 24 വയസ്സിൽ പോളിയോ ബാധിച്ച് മരിച്ച പിയർ ജോർജോ ഫ്രസാത്തിയെയാണ് വിശുദ്ധനാക്കുന്നത്. പിയർ ജോർജോ ഫ്രസാത്തിയെ ജൂലൈ 28-നും ഓഗസ്റ്റ് 3-നും ഇടയിൽ വിശുദ്ധനായി നാമകരണം ചെയ്യും. മിലേനിയൽ തലമുറയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്ന ആദ്യ ആളാണ് കാർലോ അക്വിറ്റിസ്. 1991 മെയ് 3-ന് സമ്പന്ന ഇറ്റാലിയൻ ദമ്പതികളുടെ മകനായി ലണ്ടനിലാണ് കാർലോ അക്വിറ്റിസിന്റെ ജനനം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗും വീഡിയോ ഗെയിമിംഗും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബാലൻ, വളരെ ചെറുപ്പത്തിലെ തന്നെ ദിവ്യകാരുണ്യമായ ഈശോയെ തിരിച്ചറിഞ്ഞവൻ, ദിവ്യകാരുണ്യത്തെ സ്വർഗ്ഗത്തിലേക്കുള്ള പാതയായി കരുതിയവൻ എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളാണ് കാർലോ അക്വിറ്റിസിനുള്ളത്. തന്റെ 14-ാം വയസ്സിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും പരിശുദ്ധ കന്യകാമാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകൾ ഉൾക്കൊള്ളുന്ന ഒരു വെബ്സൈറ്റ് കാർലോ തയ്യാറാക്കി. ദിവ്യകാരുണ്യനാഥനെ പുൽകി സ്വർഗ്ഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ കാർലോ അക്വിറ്റിസിന് ഏറ്റെടുക്കേണ്ടി വന്ന സഹന വഴികൾ ധാരാളമായിരുന്നു. രക്താർബുദം ബാധിച്ച കാർലോ 2006 ഒക്ടോബർ 12-ന് ഇറ്റലിയിലെ മോൺസയിൽ വെച്ച് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 2020-ൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കാർലോ അക്വിറ്റിസിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയിരുന്നു.